ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും തിരുവചന പഠനത്തിനായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രേയേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകൾ അതിൽ വളരെ വിപുലമായി പഠിക്കേണ്ട അല്ലെങ്കിൽ വിശദീകരിച്ച് പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് അറിയപ്പെടുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ വളരെ വിശദമായി രേഖപ്പെടുത്തി കിട്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ 3-4 ക്ലാസ്സുകളിലായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി. ഈ അവസാനം നമ്മൾ ചിന്തിച്ചത് ശിഷ്യന്മാർക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയിൽ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് തുടങ്ങുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചത്. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 17-ാമത്തെ അധ്യായം 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും ശിഷ്യന്മാർക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അത് ആ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി അവരെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ പിതാവിനോട് അറിയിക്കുന്ന നിലയിൽ താൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. താൻ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അവരെക്കുറിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ഉള്ള പ്രാഗത്ഭ്യമുണ്ട്, അവരെക്കുറിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് എന്നുള്ള തരത്തിൽ അവരെക്കുറിച്ചുള്ള ചില നല്ല പോസിറ്റീവ് പോയിന്റുകൾ പിതാവിൻ്റെ സന്നിധിയിൽ ശിഷ്യന്മാർ കേൾക്കെ തന്നെ അത് വെളിപ്പെടുത്തുകയാണ്, അത് രേഖപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. അത് 3-4 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. അവർ നീ എനിക്ക് തന്നിട്ടുള്ളവരാണ്, 6-ാമത്തെ വാക്യത്തിലാണ്. ഈ ശിഷ്യന്മാർ നീ എനിക്ക് തന്നിട്ടുള്ളവരാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും കിടക്കുന്നില്ല. രണ്ടാമത് നമ്മൾ കണ്ടത് നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ നാമം പിതാവേ എന്നുള്ളതാണ് നിന്റെ നാമം. ആ നാമം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അടുത്ത 3-ാമത് നമ്മൾ കണ്ടത് അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. ഏത് തരത്തിലാണ് ആ വചനം പ്രമാണിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വിശദമായിട്ട് നമ്മൾ കണ്ടതാണ്. അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ കണ്ടത് എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് എന്നവർ അറിയുന്നു. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണെന്ന് അവർ അറിയുന്നു. എൻ്റെ വചനം നിന്നിൽ നിന്നാണെന്ന് അവർ അറിയുന്നു. എന്തെല്ലാം നല്ല കാര്യങ്ങളാ. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എൻ്റെ വചനം നിന്നിൽ നിന്നാണെന്ന് അറിയുന്നു. മാത്രവുമല്ല നിന്റെ വചനം വിശ്വസിച്ചവരാണ് അവർ. പിന്നെ 7-മതൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടവൻ ആണ് എന്ന് ഗ്രഹിച്ചവർ. നോക്കിയേ, ആ ശിഷ്യന്മാരെ കുറിച്ച് ആ കർത്താവായ യേശു ക്രിസ്തുവിന് പറയുവാനുള്ള നല്ല നല്ല കാര്യങ്ങൾ എത്രയാണ്. നമ്മെക്കുറിച്ച് നമ്മളും ശിഷ്യന്മാരാണ്, ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ശിഷ്യന്മാരാണ്. നമ്മെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഇത്തരത്തിൽ പ്രാർത്ഥിപ്പാനുള്ള ഒരു സന്തോഷം ഉണ്ടാകും. ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ താൻ അവരെക്കുറിച്ച് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നുള്ള തരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുന്നത്. നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അവർ എനിക്കുള്ളവരാകുന്നു, അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്താണ് അപേക്ഷിക്കാനായിട്ട് പോകുന്നത്? ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് എന്താ പ്രാർത്ഥിച്ചത്? അത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കൂടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആകണം എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ്. പ്രധാനമായിട്ടും ശിഷ്യന്മാർക്ക് വേണ്ടി 4 ആവശ്യങ്ങളാണ് പിതാവിനോട് അറിയിക്കുന്നത്. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 4 ആവശ്യങ്ങളാണ്. എൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് ആ 4 ആവശ്യങ്ങളും ഉള്ളത്. ആ 4 ആവശ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഒന്ന്, കർത്താവ് പറയുന്നത് 11-ാം വാക്യത്തിൽ അവർ നമ്മെപ്പോലെ ഒന്നാകണം. 1-ാമത്തെ കാര്യം, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന 1-ാമത്തെ കാര്യം ഇതാണ്. അവർ നമ്മെപ്പോലെ ഒന്നാകണം.
ഇനി രണ്ടാമത് അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത് അവരെ കാത്തുകൊള്ളണം. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. 15-ാമത്തെ വാക്യത്തിൽ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. അടുത്ത മൂന്നാമത് പറയുന്നത് അവർ എന്റെ സന്തോഷത്തിൽ പൂർണ്ണരാകണം. എന്റെ സന്തോഷത്തിൽ അവർ പൂർണ്ണരാകണം. നാലാമത്തെ കാര്യം സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. സന്തോഷത്തിൽ പൂർണ്ണരാകണമെന്നുള്ളത് 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത് പറയുന്നത് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. 17 സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. അപ്പൊ ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഈ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഭൗതികത ഉണ്ടോ? അവരുടെ ഭൗതിക കാര്യങ്ങളുണ്ടോ? ഒരു കാര്യമുണ്ട്, ഭൗതികത എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തിൽ അവരെ കാത്തുകൊള്ളണം. അതും ഭൗതികത എന്ന് പറയാനായിട്ട് പറ്റില്ല. അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ മിക്കവാറും മറ്റുള്ളവർക്ക് വേണ്ടി ഭൗതികതയിൽ മാത്രം ഊന്നി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവെ അവരെ പട്ടിണിക്കിടല്ലേ, അവരെ സമൃദ്ധി നൽകണമേ എന്നുള്ള പ്രാർത്ഥന അത് പ്രാർത്ഥിക്കാത്തതിന് കാരണമെന്ന് എന്തെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നുവെന്ന് കർത്താവ് അവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ ആണെന്ന് തോന്നുന്നത് പറഞ്ഞിട്ടുണ്ട്. 6-ലോ 11-ലോ ആണ്. ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. എന്താ, കർത്താവ് പറവകൾക്ക് പോലും ആഹാരം കൊടുക്കുന്നുണ്ട്, കാക്കകൾക്ക് അതതിൻ്റെ തീൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ജാതികളാണ് അന്വേഷിക്കുന്നത്, നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട കാര്യമില്ല. ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് ഞാൻ അറിയുന്നു. ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് ഞാൻ അറിയുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നതാണ്, ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നതാണ്. എന്നാൽ മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത് ദൈവത്തിന് അറിയാം എന്ന് പറഞ്ഞ് നമ്മൾ ഭൗതികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നല്ല പറയുന്നത്. കർത്താവിന്റെ പ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഞാൻ സീനിയർ ക്ലാസ്സിൽ എടുത്തപ്പോൾ പറഞ്ഞു. അവിടെ പറഞ്ഞു, അന്നന്ന് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. അപ്പോൾ അത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ അവിടെയും ഈ ആഹാരം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് വെറും ഭൗതികമായ ആഹാരം മാത്രമല്ല. കർത്താവ് സാത്താൻ പരീക്ഷിക്കാനായിട്ട് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിന്റെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പോൾ അവിടെ ആഹാരം എന്ന് പറയുന്നത് ഭൗതികമായ ആഹാരത്തെക്കുറിച്ച് മാത്രമല്ല ദൈവം ഉദ്ദേശിച്ചത്. അവിടെ ദൈവത്തിന്റെ വചനം, അതുകൊണ്ടും നമ്മൾ ജീവിക്കുവാനായിട്ട് ആത്മീകമായി ബലപ്പെടുവാൻ ആ വചനം ആവശ്യമാണ്. അത് നമ്മൾ ഭക്ഷിക്കുന്നവരായി തീരണം. അപ്പോൾ തികച്ചും നമ്മുടെ പ്രാർത്ഥനകൾ ഭൗതികതയേക്കാൾ കൂടുതലായി ആത്മീകതയിൽ ഊന്നി നമ്മെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ അതിലായിരിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഭൗതികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. കർത്താവിനോട് ധാരാളം പേർ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി വന്ന് സമീപിച്ചിട്ടുണ്ട്. കർത്താവ് അത് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്, ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമാണ്. എന്നാൽ കർത്താവിന്റെ ഈ പ്രാർത്ഥന ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 4 കാര്യങ്ങളാണ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, അവർ നമ്മെപ്പോലെ ഒന്നാകണം. പ്രകരിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇവിടെ, ഏറ്റവും പോൾ ആൻഡ് ആകാശ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഒന്ന് ശിഷ്യന്മാർ നമ്മെപ്പോലെ ഒന്നാകണം. രണ്ടാമത്, ലോകത്തിൽ അവരെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞാൽ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. മൂന്നാമത്, എന്റെ സന്തോഷത്തിൽ അവർ പൂർണ്ണരാകണം. നാലാമത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. ഈ 4 കാര്യങ്ങൾ നമുക്ക് അല്പം വിശദമായിട്ട് പഠിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ 11-ാമത്തെ വാക്യത്തിലാണ്. യോഹന്നാൻ സുവിശേഷം 17-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ പിതാവിനോട് പറയുക, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. അടുത്തതാണ്, പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണം.
അവർ നമ്മെപ്പോലെ ഒന്നാകണം. അവിടെ അത് പറയുമ്പോൾ പിതാവേ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കർത്താവ് അവിടെ ഒരു വിശേഷണ പദവും കൂടെ കൊടുക്കുന്നുണ്ട്. എന്താണത്? എന്താ അത്? പറഞ്ഞേ, അവിടെ പറയാതിരിക്കുന്നവരൊന്ന് പറഞ്ഞേ. അവിടെ പറയുന്ന ഒരു പ്രത്യേക വിശേഷണ പദമുണ്ട്. വെറും പിതാവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, പരിശുദ്ധ പിതാവേ, പരിശുദ്ധ പിതാവേ. എന്താ ഈ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിക്കാനായിട്ട് എനിക്കിടയായി. കർത്താവ് വലിയവനായ ദൈവം പരിശുദ്ധിയിൽ പൂർണ്ണനാണ്, പരിശുദ്ധിയിൽ വസിക്കുന്നവനാണ്. എന്നാൽ ഇവരിപ്പോൾ ലോകത്തിലിരിക്കുക. അവർ പൂർണ്ണമായി പരിശുദ്ധിയുള്ളവരല്ല, വിശുദ്ധിയുള്ളവരല്ല. അതുകൊണ്ട് പിതാവിന്റെ വിശുദ്ധിയെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇവർ വിശുദ്ധിയില്ലാത്തവരാണ്, അല്ലെങ്കിൽ അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ അശുദ്ധി കൊടികുത്തി വാഴുന്ന ലോകത്തിൽ, സാത്താന്റെ അധീനതയിലുള്ള ലോകത്തിൽ ഇവർ ആയിരിക്കുന്നു. ഇത്രയും നാൾ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അക്ഷരികമായി ഭൗതികമായി ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഇനി ഞാനിതാ ഇവരെയൊക്കെ വിട്ട് അങ്ങയുടെ അടുക്കലേക്ക് വരുവാനായിട്ട് പോവുകയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് അവർ ഒന്നാകണം. ഇത് പ്രാർത്ഥിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ. ഈ പ്രാർത്ഥന പഠിക്കുന്നതിന് മുമ്പ് നമ്മളെ മാളിക മുറിയിലെ പ്രഭാഷണം കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു ഈ പ്രാർത്ഥന ഇങ്ങനെ ഞാൻ പഠിപ്പിക്കാറില്ല. മാളിക മുറി പ്രഭാഷണം പഠിപ്പിച്ചു വന്നതിന് ശേഷമാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കേണ്ടത്. ഇത് കർത്താവ് പ്രാർത്ഥിക്കാൻ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭിന്നതയും ദ്വന്ദ്വപക്ഷവും ഒക്കെ കണ്ട് അതിന് സാക്ഷിയായ കർത്താവാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവർ നമ്മെപ്പോലെ ഒന്നാകണം. നമ്മെപ്പോലെ എന്ന് പറഞ്ഞാൽ ആരെ പോലെയാ? പിതാവിനെയും പുത്രനെയും പോലെ. പിതാവും പുത്രനും ഒന്നാണ്. എന്നെ കണ്ടവൻ പിതാവിനെയും കണ്ടിരിക്കുന്നു. പിതാവും പുത്രനും സാരാംശത്തിൽ ഒന്നാണ് എന്ന് പറഞ്ഞാൽ പിതാവ് ചിന്തിക്കുന്നത് മാത്രമേ പുത്രൻ ചിന്തിക്കുകയുള്ളൂ. പുത്രൻ ചിന്തിക്കുന്നത് തന്നെയാണ് പിതാവും ചിന്തിക്കുന്നത്. അങ്ങനെ അവരുടെ ഐക്യമെന്ന് പറയുന്നത് പുറമേ കാണുന്ന ഒരു ഐക്യമല്ല, അത് അകമേ ഉള്ള ഐക്യമാണ്, സാരാംശത്തിലുള്ള ഐക്യമാണ്. പിതാവ് ആഗ്രഹിക്കുന്നത് മാത്രമേ പുത്രൻ ആഗ്രഹിക്കുകയുള്ളൂ. പുത്രൻ ആഗ്രഹിക്കുന്നത് പിതാവും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതാണ് ആ പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യം എന്ന് പറയുന്നത്. അതുപോലെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പല വ്യക്തികളാണെങ്കിലും ലക്ഷ്യത്തിലും പ്രവൃത്തിയിലും ഐക്യതയുള്ളവരാകണം. കാരണം എന്താ? ഈ ഭിന്നത എന്ന് പറയുന്നത് സാക്ഷ്യത്തിന് എതിരാണ്. യഥാർത്ഥമായ നല്ല സാക്ഷ്യം പുലർത്തുന്നതിന് എതിരായ ഒരു വസ്തുതയാണ് ഏത്? ഭിന്നത. അതുകൊണ്ട് ഇവർ ഒന്നാകണം, പ്രവൃത്തിയിലും ഒക്കെ ഒന്നാകണം, ലക്ഷ്യത്തിൽ ഒന്നാകണം. ഇത് പറയാനുള്ള സാഹചര്യം ഈ മാളികമുറിയിൽ വെച്ച് സംഭവിച്ച കാര്യമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് കർത്താവ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് എഴുന്നേറ്റ് അവിടെ കാലുകൾ കഴുകുന്നത് കാണുന്നുണ്ട്, അല്ലേ? കാലുകൾ കഴുകുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് നല്ലൊരു കാര്യം അവരെ ഈ കാല് കഴുകിയതിന് ശേഷം അവരോട് ഈ ഐക്യത്തിന്റെ പ്രാധാന്യവും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പ്രവൃത്തിയിലൂടെ താൻ കാണിച്ചു കൊടുത്തു. അവിടെ തർക്കമുണ്ടായി. ഞാൻ ലോകത്തിൽ ഇനി ഇരിക്കുന്നില്ല, എന്റെ നാഴിക വന്നിരിക്കുന്നു എന്നൊക്കെ 13-ാമത്തെ യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തർക്കമുണ്ടായി. ഇനി ആര്? ഞങ്ങളിൽ വലിയവനാരാണ്? നേരത്തെ ഉണ്ടായിട്ടുണ്ട്, തർക്കമുണ്ടായിട്ടുണ്ട് ഞങ്ങളിൽ, നമ്മളിൽ ഏറ്റവും വലിയ. അപ്പോഴും ശിശുവിനെ പിടിച്ച് അടുക്ക നിർത്തിയിട്ട് കർത്താവ് പറഞ്ഞു, ഈ ശിശുവിനെ പോലെ നിങ്ങൾ ആകണം. അവനാണ് ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയവനാകാനായിട്ട് കഴിയുകയില്ല. ഇവിടെ കർത്താവ് ചെയ്തത് ആ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് മേൽവസ്ത്രം അഴിച്ചു വെച്ച് പാത്രത്തിൽ വെള്ളമെടുത്ത് അരയിൽ തോർത്ത് ചുറ്റി ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. അപ്പോൾ ഇത് കഴുകി വന്നിരുന്നതിന് ശേഷം ഇത് ദൃഷ്ടാന്തമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ദൃഷ്ടാന്തം, ഇത് മാതൃകയായിട്ടല്ല, ദൃഷ്ടാന്തമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇതിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഇത് പറഞ്ഞതിന് ശേഷം താൻ പറഞ്ഞ കാര്യങ്ങൾ യോഹന്നാൻ അവിടെ ശരിക്കും രേഖപ്പെടുത്തിയിട്ടില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഈ മാളികമുറി പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നേ പഠിക്കാൻ പറ്റുള്ളൂ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിന്റെ 22-24 വാക്യങ്ങളിൽ ഈ സംഭവം നമുക്ക് കാണാനായിട്ട് കഴിയും.
അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കോസ് സുവിശേഷം 22-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ, 22-ന്റെ 24. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവൻ, തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും ഉണ്ടായി. ഈ മാളികമുറിയിൽ വെച്ച് നടക്കുന്ന സംഭവമാണിത്. അവിടെ ഇടയിൽ ഒരു തർക്കവും ഉണ്ടായി. അപ്പോൾ കർത്താവ് അതിന് മറുപടി നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ പോലെ ഒരു മാതൃകയായിട്ട് കാണിച്ചും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളത് വീട്ടിൽ പോയി ശരിക്കും വായിക്കണം. ജാതികൾ കർത്തൃത്വം നടത്തുന്നവരെ ഉപകാരികളെന്ന് പറയുന്നു. ശരിക്കും മനസ്സിലാക്കണം. അവിടെ വലിയവനെന്നുണ്ടായപ്പോൾ നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവർ, അതായത് ജാതികൾ എങ്ങനെയാ അവരെ കണക്കാക്കുന്നത്? ഈ കർത്തൃത്വം നടത്തുന്നവർ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവർ, അവരെ അടക്കി ഭരിക്കുന്നവരെ ജാതികളാണ് പറയുന്നത് എന്താ? അവർക്ക് ഉപകാരികൾ എന്ന്. എന്നാൽ കർത്താവ് പറയാണ്, അവർ ഒരിക്കലും നിങ്ങൾക്ക് ഉപകാരികളുമല്ല വലിയവരുമല്ല. ആരാണ് വലിയവൻ എന്ന് പറയുമ്പോൾ പറയാണ്, നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷകനെ പോലെയും ആകട്ടെ. നിങ്ങൾ തർക്കിക്കരുതേ. നിങ്ങളിൽ വലിയവൻ എന്ന് പറയുന്നത് ഇളയവനെ പോലെ ആകണം. നേരത്തെ പറഞ്ഞ ശിശുവിനെ പോലെ ആകണം. നിങ്ങൾ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും ഇളയവനെ പോലെ ആകണം. മാത്രവുമല്ല നായകൻ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ആരും നായകൻ എന്നുള്ള പേര് എടുക്കരുത്, ഒരുവനത്രേ നിങ്ങളുടെ നായകൻ. അപ്പോൾ നായകൻ ആരെ പോലെ ആകണം? ശുശ്രൂഷകനെ പോലെ ആകണം. എന്നിട്ട് താൻ പറയുന്നത്, ശുശ്രൂഷിക്കുന്നവനല്ല വലിയവൻ എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ വിളിച്ച് ആദരിക്കുന്ന, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വിളമ്പിത്തരുന്ന അങ്ങനെയുള്ള ആൾക്കാരെയാണെന്ന് പറയുന്നത് ശുശ്രൂഷകൻ. അപ്പോൾ അവരല്ല വലിയവൻ. പിന്നെ ആരാ വലിയവൻ? പന്തിയിൽ ഇരിക്കുന്ന ശുശ്രൂഷ ഏൽക്കുന്നവൻ, ശുശ്രൂഷിക്കുന്നവനല്ല വലിയവൻ. ഇതെല്ലാം ആ ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നതാണ്. ഭക്ഷണത്തിൽ ഇരിക്കുന്നവനാണ് വലിയവൻ. മനസ്സിലാക്കണേ. നമ്മൾ പല പന്തികളിലൊക്കെ പോകുമ്പോൾ ഈ വിളമ്പുന്നവരൊക്കെ അവരെന്തോ വലിയവരാൾക്കാരാണെന്നുള്ള രീതിയിൽ നമ്മളെയൊക്കെ പുച്ഛതരത്തിൽ ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ല കാണാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. കർത്താവ് പറയുന്നത് ശുശ്രൂഷിക്കുന്നവനല്ല. നമ്മളെ ഭക്ഷണത്തിന് ഒരാൾ വിളിച്ചാൽ ആ വിളിക്കുന്ന ആളോ അവർ നൽകുന്ന ആളോ അല്ല വലിയവൻ. പിന്നെ ആരാണ്? ഭക്ഷണത്തിനിരിക്കുന്ന ആൾക്കാരാണ് വലിയവൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആരാണ്? ശുശ്രൂഷിക്കുന്നവരാണോ? ഭക്ഷണത്തിനിരിക്കുന്നവരാണോ? നിങ്ങൾ ശുശ്രൂഷിക്കുന്നവരാ. അപ്പോൾ നിങ്ങൾ ചെറിയവരാ, ഭക്ഷണത്തിനിരിക്കുന്നവരെക്കാൾ ചെറിയവരാണ്. ഇപ്പൊ ഞാനിവിടെ ഒരു ശുശ്രൂഷ ചെയ്യുന്നു അല്ലേ, ബൈബിൾ വചന പഠനമെന്ന. അപ്പോൾ ഞാനല്ല ഇവിടെ വലിയവൻ. പിന്നെ ആരാ വലിയവൻ? എന്റെ ശുശ്രൂഷ ഏൽക്കുന്ന നിങ്ങളാണ് എന്നെക്കാൾ വലിയവർ. ഇപ്പൊ കാര്യം മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ കാണണമെന്നാണ് കർത്താവ് പറയുന്നത്. ശുശ്രൂഷിക്കുന്നവനല്ല വലിയവൻ, ഭക്ഷണത്തിലിരിക്കുന്നവനാണ് വലിയവൻ. എന്നിട്ട് ഉദാഹരണമായിട്ട് തന്നെ മാതൃകയാക്കുന്നു. ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. എല്ലാം തന്നെ മാതൃകയാക്കിക്കൊണ്ടാ പറയുന്നത്. ഞാൻ ശുശ്രൂഷ ഏൽക്കാനല്ല വന്നത്, ശുശ്രൂഷ ചെയ്യിപ്പിക്കാനുമല്ല വന്നത്. നിങ്ങളെ ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി എന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ ഞാൻ വന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള എളിമ. അതാണ് വലിയവൻ എന്ന് കാണിക്കുന്നതിനുള്ള കാര്യം. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. ഇത് ദൈവീകമായ തത്വമാണ്. എന്നാൽ ലോകത്തിൽ അതല്ല. ഭരിക്കുന്നവരെ നിങ്ങൾ ഉപകാരികളെന്ന് പറയുന്നു. എന്നാൽ അങ്ങനെയല്ല. വലിയവൻ ഇളയവനെ പോലെയും, പിന്നെ ശുശ്രൂഷിക്കുന്നവൻ അല്ല വലിയവൻ, ശുശ്രൂഷ ഏൽക്കുന്നവനാണ് വലിയവൻ. എന്നിട്ട് താൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അവിടെ എന്നെ ന്യായാധിപതിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ തർക്കിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണല്ലോ. എന്നെ ന്യായാധിപതി, ഇതെല്ലാം ഞാൻ പറയുന്നതല്ല, ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്നെ ന്യായാധിപതിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം ചെയ്യുവാനായിട്ട് പോവാണ്. എന്റെ രാജ്യത്തിൽ എന്റെ മേശയിങ്കൽ നിങ്ങൾ ഭക്ഷിക്കും. നേരത്തെ പറഞ്ഞെന്താണ്? ഭക്ഷണത്തിനിരിക്കുന്നവരാണ് വലിയവൻ. എന്നിട്ട് പറയാണ്, എന്റെ മേശയിങ്കൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കാനായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏറ്റവും വലിയവരായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. മാത്രവുമല്ല, നിങ്ങൾ 12 പേരുണ്ട് ശിഷ്യന്മാർ. യൂദ ഈ സമയത്തില്ല, പോയ കഴിഞ്ഞു. അവരോട് പറയാം, നിങ്ങൾ 12 പേരെന്നാണ് പറയുന്നത്. എന്നോടൊപ്പം
സിംഹാസനങ്ങളിൽ ഇരുന്ന്, ന്യായാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. നോക്കിയേ, ദൈവം നമ്മെ ചില കാര്യങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അത് കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കുമ്പോൾ ദൈവം നമ്മെ ആദരിക്കും. അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തർക്കങ്ങൾ പാടില്ല. ആരാണ് വലിയവൻ, ആരാ ശുശ്രൂഷ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള തർക്കങ്ങൾ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. വലിയവൻ ഇളയവനെ പോലെ ആകുക. ശുശ്രൂഷിക്കുന്നവനല്ല വലിയവൻ, ശുശ്രൂഷ ഏൽക്കുന്നവനാണ് വലിയവൻ. നമ്മൾ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ എന്നെക്കാൾ വലിയവരായി അവരെ കണക്കാക്കിക്കൊണ്ട് ശുശ്രൂഷിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ തർക്കം അവിടെ നടന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുമാണ് അടുത്ത് പ്രാർത്ഥിക്കുന്നത് എന്താ? അവർ നമ്മെ പോലെ ഒന്നാകണം. കർത്താവെ, ഞാൻ കൂടെ ഉള്ളപ്പോൾ തന്നെ അവർ പരസ്പരം ഇങ്ങനെ തർക്കിക്കുകയും വഴക്കിടുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാലോ ഇവരുടെ അവസ്ഥ എന്താകും? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവ് എന്ത് ചെയ്യണം? അവർ നമ്മെ പോലെ ഒന്നാകണം. അവർ നമ്മെ പോലെ ഒന്നാകണം. അതുകൊണ്ട് അവരെ താഴ്മ പഠിപ്പിക്കണം, അവരെ വിനയം പഠിപ്പിക്കണം. അതൊക്കെ പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഈ ഐക്യത്തിന് ആവശ്യമെന്ന് പറയുന്നത് ഈ 2 ഘടകങ്ങളാണ്. താഴ്മയും വിനയവുമാണ് എപ്പോഴും ഐക്യത്തിന് ആവശ്യം. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പിൻ. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പിൻ. ആ ഐക്യത അവിടെയാണ് തുടങ്ങേണ്ടത്. പുറമെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നമുക്ക് വരാം. എന്നാൽ ആത്മാവിന്റെ ഐക്യത ഉണ്ടെങ്കിൽ ഈ പുറമേ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ സമാധാന ബന്ധത്തിൽ കാപ്പാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. 4:4 പറയുന്നുണ്ട്, ഏക പ്രത്യാശയ്ക്കായി വിളിച്ചിരിക്കുന്ന. ആ ഭാഗം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ. മൈക്കുള്ളാരെങ്കിലും ഒന്ന് വായിക്കാമോ? എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മൈക്ക് ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവരുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അത് മതി, അത്രയും മതി. എന്നാൽ മതി, അത് മതി. അപ്പോൾ ഇവിടെ പറയുന്നു, നിങ്ങൾ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടത് അങ്ങനെ ചെയ്യണം? നിങ്ങളെ വിളിച്ചത് ഏക പ്രത്യാശ. നമുക്കെല്ലാം ഉള്ളിലുള്ളത് ഏക പ്രത്യാശയാണ്, അല്ലേ? എന്താ പ്രത്യാശ? നമ്മൾ കർത്താവിന്റെ അടുക്കൽ പോകുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവരാണ്. അതാണ് നമ്മുടെ വലിയ പ്രത്യാശ. കർത്താവാണ് നമ്മുടെ പ്രത്യാശ, പോകുമെന്നുള്ളതല്ല. സ്വർഗമല്ല നമ്മുടെ പ്രത്യാശ, ആണോ? അല്ല, സ്വർഗമല്ല നമ്മുടെ പ്രത്യാശ. ഞാൻ കർത്താവാണ് നമ്മുടെ പ്രത്യാശ. വിട്ടുപിരിഞ്ഞാൽ കർത്താവിനോടുകൂടെ. നമ്മുടെ പ്രത്യാശ കർത്താവായിരിക്കണം. എല്ലാവരുടെ പ്രത്യാശയും കർത്താവാണ്. അതാണ് അവിടെ പറയുന്നത്, ഏക പ്രത്യാശ. പിന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ശരീരം ഒന്ന്, സഭയെ ശരീരത്തോട് ഉപമിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം ഒന്നാണ്. പിന്നെ ആത്മാവ്, നമ്മളിലെല്ലാവരും പകർന്നിരിക്കുന്ന ആത്മാവ് ഒരേ ആത്മാവാണ്, അല്ലേ? ബൗസോരൻ സീനിയർ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസങ്ങൾ എടുക്കുന്ന ആ വിഷയം, ആത്മസ്നാനം. എല്ലാവരും ഒരേ ആത്മാവിൽ സ്നാനമേറ്റും, അല്ലേ? ഒരേ ആത്മാവിൽ ആത്മാവ് ഒന്ന്. അടുത്ത് പറയുന്നത് എന്താ? കർത്താവ് ഒരുവൻ. പലർക്കും പല കർത്താവൊന്നുമില്ല, എല്ലാവരും ഒരേ കർത്താവിനാണ്. നമ്മുടെ വിശ്വാസം അത് ഒന്നാണ്. സ്നാനം, മറ്റേ നമ്മളെ ഏൽക്കുന്ന സ്നാനം അതൊന്നാണ്. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനും ആയി എല്ലാവർക്കും ദൈവവും പിതാവുമായവനും ഒരുവൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഐക്യബന്ധം അല്ലെങ്കിൽ ഐക്യത നിലനിർത്തിയില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അതാണ്, ഈ ഐക്യത ഇല്ലാതെ സമാധാനം ഒരിക്കലും നിലനിൽക്കുകയില്ല. സാക്ഷ്യവും സാധ്യമല്ല. പ്രാർത്ഥന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. മത്തായി സുവിശേഷം 18:19 2-3 പേർ പറഞ്ഞോ സൗര, കുഴപ്പമില്ല, കുറച്ച് പറഞ്ഞോ. 2-3 പേർ എന്റെ നാമത്തിൽ
യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ, എങ്ങനെ ഐകമത്യപ്പെടേണ്ടത്? യാചിക്കുന്ന കാര്യത്തിൽ ഐകമത്യപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ മനസ്സോടുകൂടെ, നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ഭാവത്തോടുകൂടെ അപേക്ഷിച്ചാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് നിങ്ങൾക്കത് ലഭിക്കും. അപ്പോൾ പ്രാർത്ഥനയുടെ കാര്യത്തിലും ഈ ഐക്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർക്കുണ്ടാകേണ്ട ഐക്യത എന്ന് പറയുന്നത് ത്രിയേക ദൈവത്തിലെ ഐക്യത പോലെയാകണം. അവരുള്ളിൽ ഒരുമിച്ചുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. നാം ഉണ്ടാക്കുന്ന ഐക്യബന്ധം അല്ലാതെ, ഈ ഐക്യബന്ധം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഐക്യബന്ധമല്ല. പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും, അല്ലെങ്കിൽ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവ് മുഖാന്തരം ഉണ്ടാകുന്ന ഐക്യത എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐക്യത നമ്മുടെ ഇതിലുണ്ടാകും. ഞാൻ ഈ പഴയ നിയമത്തിൽ സമാപന കൂടാരമൊക്കെ ഇവിടെ ആരൊക്കെ മുമ്പേയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പലകകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് പലകകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എത്ര അന്താഴങ്ങൾ, അതായത് ബാർ, എത്ര എണ്ണമുണ്ട് അറിയോ? ഈ സമാപന കൂടാരത്തിൽ പലകകൾ നിരത്തി വയ്ക്കുമല്ലോ. പലകകൾ നിരത്തി വെച്ചിട്ട് ആ പലകകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, യോജിപ്പിക്കുന്നത് എത്ര അന്താഴങ്ങളാ? ബാറുകൾ, കമ്പി പോലെയുള്ള 5 എണ്ണമാണ്. അതിൽ ഒന്ന് നടുവിലൂടെ കടന്നു പോകുന്നതാണ്. പുറപ്പാട് പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ അതുണ്ട്. നടുവിലൂടെ കടന്നു പോകുന്നതാണ്. ഈ നടുവിലൂടെ കടന്നു പോകുന്ന അന്താഴത്തെ ആർക്കും കാണാൻ പറ്റൂല. എന്നാൽ ഈ നടുവിലൂടെ കടന്നു പോകുന്ന അന്താഴമാണ് ശരിക്കും ആ പലകകളെ തമ്മിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. മറ്റ് 4 എണ്ണത്തിനെ കാണാം. എന്നാൽ ഈ നടുവിലൂടെ കടന്നു പോകുന്ന പലക ഉള്ളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് മറ്റ് 4 അന്താഴങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ നടുവിലെ അന്താഴത്തെ അത് കാണുവാനായിട്ട്, അതാണ് ശരിക്കും ഇതിനെ യോജിപ്പിച്ച് ദൃഢമാക്കുന്നത്. ഇതാണ് ആത്മാവിൻ്റെ ഐക്യത എന്ന് പറയുന്നത്. ഇത് മാനുഷികമായ ഒരു ഐക്യമല്ല, ഏതെങ്കിലും ഒരു ആശയത്തിന്റെ പേരിലുള്ള ഐക്യമല്ല. ആണോ? അല്ല. ഒരു ആശയത്തിന്റെ പേരിലുള്ള ഐക്യമല്ല, ഒരു അഭിപ്രായത്തിന്മേലുള്ള ഐക്യമല്ല. പിന്നെന്താണ് ആത്മാവിന്റെ ഐക്യം? ഏക പിതാവിന്റെ മക്കൾ, ഒരു ശരീരത്തിലെ അവയവങ്ങൾ എന്നതുപോലെയുള്ള ആ ഐക്യമാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഐക്യത ഉണ്ടാകണം. ആ ഐക്യത ഇല്ല എങ്കിൽ ഭിന്നതയാ. അതാണ് ഇവിടെ പ്രധാനമായിട്ടും കർത്താവ് പ്രാർത്ഥിക്കുന്നത്. അവർ നമ്മെപ്പോലെ ഒന്നാകണം. ഇപ്പൊ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കും അഭിപ്രായ വ്യത്യാസം അതല്ല പ്രധാനമായിട്ടിവിടെ പറയുന്നത്. ഈ ഐക്യത എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഒരു ഐക്യത, അത് പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകേണ്ട ഐക്യതയാണ്. മാനുഷികമായി ഉണ്ടാക്കുന്ന ഐക്യത അതൊക്കെ പെട്ടെന്ന് പാളിപ്പോവും അല്ലേ? യുദ്ധത്തിൽ എത്ര ദിവസം കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഐക്യത ഉണ്ടാക്കാൻ, പരിഹാരം ഉണ്ടാക്കാൻ. ഇന്നലെ വരെ നടന്ന ചർച്ചകളെല്ലാം പാളിപ്പോയില്ലേ? മനസ്സിലായോ? ഇനി ഐക്യത ഉണ്ട്, സമാധാനം ഉണ്ടാക്കിയെന്ന് വെച്ചോ, എത്ര ദിവസം നിൽക്കും? അപ്പോൾ ഈ അഭിപ്രായ ഐക്യത്തിലൂടെ ഉണ്ടാകുന്ന ഐക്യത അല്ല, അതിനേക്കാൾ വലിയൊരു ഐക്യതയുണ്ട്. അതൊക്കെ മാനുഷികമായ ചില ഐക്യതകൾ, അതൊക്കെ ആവശ്യമായിരിക്കാം. എന്നാൽ ഏക പിതാവിന്റെ മക്കൾ, ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു ഐക്യതയാണ് ദൈവമക്കൾക്ക് ആവശ്യം. അതാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. നമ്മെപ്പോലെ എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുപോലെ ഒന്നാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗം കർത്താവ് പറയുന്നത്: ഞാനും പിതാവും ഒന്നാകുന്നു. വി ആർ വൺ. ആ ഐക്യത എന്ന് പറയുന്നത് ആണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ 133-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്നുള്ള ഒരു പ്രയോഗം അവിടെ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ ഐക്യത, ഉള്ള ഐക്യത എന്ന് പറയുന്നത് ആന്തരികമായ അവരുടെ വിന്യാസത്തിന്റെ, അവരുടെ ആ പ്രവർത്തന രീതിയുടെയൊക്കെ ഐക്യത അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു കുടുംബം പോലെയുള്ള ഐക്യത. ഈ അപേക്ഷ പിതാവ് എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ, പിതാവെന്ന നാമത്തിൽ ആകണം, പിതാവെന്ന നാമത്തിൽ അവർ ഐക്യമുള്ളവർ ആകണം എന്നുള്ളതാണ് ഇവിടുത്തെ ആ പ്രാർത്ഥന. അപ്പോൾ ഒന്നാകണം. ഈ ഒന്നാകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പുറമേ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കുന്നത് അല്ല, അതൊക്കെ ആവശ്യമാണ്. ആത്മാവിലൊന്നാണ്.
ഏക ശരീരത്തിന്റെ അവയവങ്ങൾ എന്നുള്ള തരത്തിലൊന്നാണ്. നമ്മൾ ഏക പിതാവിന്റെ മക്കളാണ്, നമ്മൾ എല്ലാവരും ദൈവമക്കളാണ്. ആ തരത്തിലുള്ള ഒരു ഐക്യത നമ്മിൽ ഉണ്ടാകണം. അത് ഉണ്ടെങ്കിൽ മറ്റതെല്ലാം പിന്നാലെ വന്നോളൂ. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഇവിടെ കിടക്കാം. അടുത്ത് പറയുന്നത് എന്താണ്? എൻ്റെ 11-ാം വാക്യത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം, ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണം. അതിന്റെ 15-ാം വാക്യത്തിൽ മറ്റൊരു സൂക്ഷിപ്പൂടെ അവിടെ പറയുന്നുണ്ട്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളണം. അല്ലേ? 15-ാം വാക്യത്തിൽ അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. അവിടെ പറയുന്ന ഈ പറഞ്ഞു വരുമ്പോൾ കർത്താവ് ഇതുവരെയും ഞങ്ങളോട് കൂടെ, നമ്മൾ അവരോട് കൂടെ ഉണ്ടായിരുന്നു, അവരെ ഒരിക്കലും അനാഥരായിട്ട് വിട്ടില്ല. ലോകത്തിൽ അവർക്ക് വന്ന പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമൊക്കെ ഞാൻ അവരെ സൂക്ഷിച്ചു. അതിലൊക്കെ അകപ്പെടാതെ വണ്ണം കർത്താവിനെ കല്ലെറിയാനെടുത്ത് എത്രയോ പ്രാവശ്യം ശ്രമിച്ചു. ഈ ശിഷ്യന്മാർ എത്രയോ പ്രാവശ്യം ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഇടയിൽപ്പെട്ട് തർക്കത്തിൽ അവർ വളരെ വിക്ഷണരായി. മാത്രവുമല്ല, പല രംഗങ്ങളിലും അവർ കടലിൽ യാത്ര ചെയ്യുമ്പോൾ ഏകനായിട്ട് ശിഷ്യന്മാർ യാത്ര ചെയ്തപ്പോൾ പ്രതിസന്ധികൾ നേരിട്ടു. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഈ കർത്താവ് കൂടെ ഉള്ളപ്പോൾ തന്നെ അവർക്കുണ്ടായി. എന്നാൽ ഒരിക്കലും കർത്താവ് അവരെ കൈവിട്ടില്ല. കർത്താവ് തനിയെ പ്രാർത്ഥിക്കുവാനായിട്ട് മലയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവർ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞു വിട്ടത്. അവരെ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കടലും ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. അവർ നശിച്ചു പോകുമെന്നുള്ള രീതിയിലേക്കായി. കർത്താവ് അവരെ കൈവിട്ടോ? ഇല്ല, കൈവിട്ടില്ല. ആ കടലിൻ മീതെ നടന്ന് അവരുടെ മധ്യേ ചെന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. മറ്റൊരു സന്ദർഭത്തിൽ നമുക്കറിയാം, പത്രോസും യാക്കോബും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് താൻ പ്രാർത്ഥിപ്പാനായിട്ട് മലയിൽ കയറിപ്പോയി. അവിടെ വെച്ചാണ് മറുരൂപമല, തന്റെ രൂപമൊക്കെ മാറി മോശയും ഏലിയ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. താഴെ 9 ശിഷ്യന്മാരുണ്ട്. യാക്കോബും പത്രോസും യാക്കോബും യോഹന്നാനും കർത്താവും അവരുടെ കൂടെ ഇല്ല. അവിടെ ഒരു വലിയ തർക്കമുണ്ടായി. അവിടെ ഈ ചന്ദ്രരോഗം പിടിച്ച ഒരു മകനുമായിട്ടൊരു പിതാവ് അവിടെ കടന്നു വന്നില്ലേ? സൗഖ്യമാക്കാനായിട്ട് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നതാണോ അവർ വിളിച്ചതാണോ? എന്തായാലും അവർക്ക് സൗഖ്യമാക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ ശാസ്ത്രിമാരും പരീശന്മാരും ഈ ശിഷ്യന്മാരെ ചുറ്റി വളഞ്ഞു. നിങ്ങൾ എന്ത് മനുഷ്യരാ, നിങ്ങൾ എന്തിനാ കർത്താവിന്റെ കൂടെ നടക്കുന്നതെന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് തർക്കിക്കാൻ തുടങ്ങി. ഈ തർക്കമുണ്ടായപ്പോൾ കർത്താവ് ആയിരുന്ന ആ മലയിൽ നിന്നും, പത്രോസ് പറയണം, നമുക്ക് പോണ്ട, നമുക്കിവിടെ 3 കുടില് കെട്ടാം, ഇവിടെ ആയിരിക്കാം. പക്ഷെ അതല്ല കർത്താവ് ചെയ്തത്. ഇതാ എന്റെ ശിഷ്യന്മാരെ വളഞ്ഞിരിക്കുകയാണ്. കർത്താവ് മലവിട്ട് നേരെ അവരുടെ മധ്യത്തിലേക്ക് കടന്നു ചെന്ന് ആ തർക്കത്തിന് പരിഹാരമുണ്ടാക്കി. ഏതു നിമിഷത്തിലും കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഒരു പ്രതിസന്ധികളിലേക്കും അവരെ തള്ളിവിട്ടിട്ടില്ല. ആ പ്രതിസന്ധികളെല്ലാം അവർക്ക് വേണ്ടി കർത്താവ് നിന്ന് അതിനെ നേരിടുകയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. പ്രിയമുള്ളവരെ, എന്നാൽ ഇവിടെ പറയുകയാണ്, ഇപ്പോൾ ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരിക. അക്ഷരാർത്ഥത്തിൽ ഞാൻ അവരോട് കൂടെ ഇല്ലല്ലോ, അതുകൊണ്ട് അവരെ കാത്തുകൊള്ളണം, അവരെ സൂക്ഷിക്കണം. അവിടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ആ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്, ഒരാൾ മാത്രമില്ല. ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോയില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അവൻ നാശയോഗ്യനായിരുന്നു, അവൻ നശിച്ചുപോയി. അതെൻ്റെ കുഴപ്പമല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ യൂതയെക്കുറിച്ചൊക്കെ പഠിച്ചതാണല്ലോ. ഇവിടെ ശിഷ്യന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എന്ത് തരത്തിലുള്ള സംരക്ഷണമാണ്? രക്ഷ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? ലോകത്തിൽ നിന്നുള്ള സംരക്ഷണം. മറ്റൊരു സംരക്ഷണം 15-ാം വാക്യത്തിൽ പറഞ്ഞു, ദുഷ്ടന്റെ കയ്യിൽ നിന്നും ഉള്ള സംരക്ഷണം, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ. ഈ രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? രക്ഷ നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണോ? അത് ദൈവത്തിന്റെ കയ്യിൽ ഭദ്രമാ. പിതാവ് നൽകിയ സംരക്ഷണമാണ് രക്ഷയുടെ ഭദ്രത, അല്ലേ? നിത്യജീവനാണ് നൽകിയിരിക്കുന്നത്. അതിൽ നമുക്ക് ഒരു പങ്കുമില്ല. ഇവിടെ അതല്ല വിഷയം. ലോകത്തിൽ നിന്ന് സംരക്ഷിക്കണം. മറ്റൊന്ന്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം സംരക്ഷിക്കണം. എന്തുകൊണ്ട് ലോകത്തിൽ നിന്ന് സംരക്ഷിക്കണം? എന്തുകൊണ്ട് ലോകത്തിൽ നിന്ന് സംരക്ഷിക്കണം? അതിന് കാരണങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇവർ ലോകത്തിൽ നിന്ന് തന്നവരാണ് എനിക്ക്. ലോകം അവരെ പകയ്ക്കുന്നു എന്നുള്ളത് ഈ മാളികമുറി പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ലോകം പകയ്ക്കുന്നവരാണ്, നിങ്ങളെ ലോകം പകയ്ക്കും
നിങ്ങളെ ലോകം പകയ്ക്കുമെന്നുള്ള കാര്യം ഈ മാളികമുറി പ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ലോകത്തിൽ നിന്നുള്ള സംരക്ഷണം ആവശ്യം? 15 യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം. ആ അധ്യായം വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. മുന്തിരിവള്ളിയിൽ വസിക്കുന്ന അനുഭവമൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞു വരുമ്പോൾ അവസാനം പറയുന്നത് 15:18 പറയുന്ന ഒരു കാര്യമാണ്. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തിൽ നിന്നുള്ള സംരക്ഷണം എന്ന് പറയുന്നത് ഇതാണ്. എന്താ? ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. ഇഫ് ദ വേൾഡ് ഹാറ്റ്സ് യു, ഐ നോ ദാറ്റ് ഇറ്റ് ഹാസ് ഹാറ്റഡ് മീ ബിഫോർ ഇറ്റ് ഹാറ്റഡ് യു. നിങ്ങളെ പകയ്ക്കുന്നതിന് മുമ്പ് ആ ലോകം എന്നെ പകച്ചു. നിങ്ങൾ ദാസന്മാരാ, ഞാൻ യജമാനനാ. യജമാനനെ പകച്ചു എങ്കിൽ പിന്നെ ദാസന്മാരെ പകയ്ക്കില്ലേ? അവിടെ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ലോകക്കാർ ആയിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. 15:19 ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. അതിനാല് ഒരു യഥാർത്ഥ വിശ്വാസി ലോകത്തിന് അനുരൂപരാകാൻ പാടില്ല, അനുരൂപരാകുന്നില്ല. ഒരു യഥാർത്ഥ വിശ്വാസിയെ കുറിച്ച് അല്ലേ? അങ്ങനെ വരുമ്പോൾ, ലോകത്തിന് അനുരൂപരാകാതെ വരുമ്പോൾ ലോകം എന്ത് ചെയ്യും? നമ്മളെ പകയ്ക്കും. ഇപ്പൊ നമ്മളൊരു കാര്യസാധ്യത്തിനായിട്ട് ഒരു ഗവൺമെന്റ് ഓഫീസിലോ ഒറ്റ പോകുന്നു വെച്ചോ. അവിടെ പോകുമ്പോൾ അവര് ഇന്നൊന്നും അധികം ഇല്ല, പ്രത്യേകിച്ച് ചില ഡിപ്പാർട്ട്മെന്റിലൊക്കെ വളരെ കൊടികുത്തി വാണിരുന്ന ഒരു സംഭവമാണ് കൈക്കൂലി എന്നുള്ളത്, അല്ലേ? അപ്പൊ ഈ കൈക്കൂലി അവർ പ്രതീക്ഷിക്കുന്നു, എന്നാൽ നമ്മൾ കൊടുക്കുന്നില്ല. എന്ത് സംഭവിക്കും? അവർ നമ്മളെ പകയ്ക്കും. അവർ ചെയ്യുന്ന കൂട്ടിന് നമ്മൾ കള്ളത്തരത്തിനും മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ കൂട്ടു നിൽക്കുന്നില്ല. അവർ നമ്മളെ പകയ്ക്കും. അവരോടൊപ്പം പല കാര്യങ്ങളിൽ നമ്മൾ ചേരുന്നില്ല. അവർ നമ്മളെ പകയ്ക്കും. മനസ്സിലാക്കണം. അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്. നിങ്ങൾ ലോകക്കാർ ആയിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. 15:19. അതിനാൽ ഒരു യഥാർത്ഥ വിശ്വാസിയെ ലോകം പകയ്ക്കും. അവർ പല കാര്യം, ലോകം ഏർപ്പെടുന്നതായ കാര്യങ്ങളിൽ വിശ്വാസിക്ക് പലതിലും ഏർപ്പെടാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ലോകം അവരെ പകയ്ക്കും. ഈ ലോകം പകച്ചതിന് കാരണം അത് തന്നെയാണ്. കർത്താവിനെ പകച്ചതിന് കാരണം അത് തന്നെയാണ്. അവരുടെ വിശ്വാസത്തിനും അവരുടെ കാര്യങ്ങൾക്കൊക്കെ എതിരായിട്ട് കർത്താവ് പറയുകയും പ്രവർത്തിക്കും. ഈ ഇവരെ പരീശന്മാരെയും ഒക്കെ നോക്കി കപട്ട ഭക്തിക്കാരെ, എന്തോ മറ്റൊരു പറഞ്ഞുണ്ടല്ലോ, എന്താ പുറം തേച്ച വെള്ള തേച്ച ശവക്കല്ലറ, ഇതൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? നിങ്ങളിങ്ങനെയൊക്കെയാ. അപ്പം ലോക കർത്താവിനെ ഉപദ്രവിച്ചു, അതിനാൽ നിങ്ങളെയും ഉപദ്രവിക്കും. 15:20 അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഈ ലോകം എന്നെ ഉപദ്രവിച്ചു, എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കും. നിങ്ങൾ എന്റെ ദാസന്മാരാണ്. യജമാനനായ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ അവർ നിങ്ങളെ ഉപദ്രവിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് കർത്താവിന് വേണ്ടി നമ്മൾ സഹിക്കുന്ന ഒരു 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 കാര്യം. എന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളിൽ എന്നാണ് പറയുന്നത്. കർത്താവിന്റെ കഷ്ടം എന്ന് പറഞ്ഞാൽ ഇതല്ല, രോഗവും പട്ടിണിയും നിരാശയും ഒന്നും അല്ല. കർത്താവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങളാണ് എന്റെ കഷ്ടങ്ങൾ. എന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും. അപ്പോൾ അതിൽ പങ്കുള്ളവരാകുമ്പോഴാണ് നമുക്ക് സന്തോഷിപ്പാനായിട്ട് കഴിയുന്നത്. പത്രോസിനെയും യോഹന്നാനെയൊക്കെ അവിടെ പിടിച്ച് അടിച്ച് പുറമൊക്കെ പൊട്ടിച്ച് വാണിംഗ് കൊടുത്തു. ഇനി മേലാൽ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് വിട്ടയച്ചു. രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞാണ് അവർ പോയത്? അല്ല, അവർ സന്തോഷിച്ചും കൊണ്ടുപോയി. എന്തോ രക്ഷപ്പെട്ടതിന്റെ സന്തോഷമാണോ? കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ ഞങ്ങളെ യോഗ്യരായി എണ്ണുകയാൽ ഞങ്ങൾ സന്തോഷിച്ചും കൊണ്ടുപോയെന്നാണ്. അല്ലാതെ അവിടെ നിന്ന് കൊല്ലാതെ വിട്ടല്ലോ എന്നുള്ള സന്തോഷമല്ല. കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ എന്നെ യോഗ്യനായിട്ട് എണ്ണിയല്ലോ, അതുകൊണ്ടുള്ള സന്തോഷം. അതാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾക്ക് ലോകം നിങ്ങളെ പകയ്ക്കും. ആ ഒരു പ്രതീക്ഷയോടുകൂടെ വേണം നമ്മൾ ലോകത്തിലായിരിക്കാൻ. ഇനി നമുക്ക് ഉപദ്രവവും നിന്നയും പരിഹാസവും പഴിയും ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്?
നമുക്ക് ഒരു നിർണയവുമില്ല, പരിഹാസവും ഇല്ല, ഉപദ്രവവും ഇല്ല, ഒന്നുമില്ല. നമ്മളെ എല്ലാവരും വലിയവരായിട്ട് കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ ഭക്തിയോടെ അല്ല ജീവിക്കുന്നത്, ലോകത്തിന് അനുരൂപമായി ജീവിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. അപ്പോൾ ഇതാണ് കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ നിന്ന് ഇവിടെ രക്ഷിക്കണം. ഇവിടെ ശിഷ്യന്മാരുടെ സംരക്ഷണം എന്ന് പറയുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം ദൈവം ആഗ്രഹിക്കുന്നു. ഇനി രണ്ടു തരം ലോകത്തിൽ നിന്നുള്ള സംരക്ഷണം. എന്തുകൊണ്ട് ലോകത്തിൽ സംരക്ഷിക്കണമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ ലോകത്തിൽ ഇരിക്കുന്നു, അവർ ലൗകികരല്ല. ദേ ആർ നോട്ട് ഓഫ് വേൾഡ്. അവർ ലൗകികരല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. സ്വർഗത്തിലല്ല ഇപ്പൊ ഇരുത്തിയിരിക്കുന്നു നമ്മൾ പറയും, നമ്മൾ ലോകത്തിലാ. നമ്മളെ ലോകത്തിലേക്ക് അയച്ചിരിക്കുക ദൈവത്തിന്റെ നാമത്തിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും. ഇനി അവിടെ പറയുന്ന ഇത്, അതുകൊണ്ട് ലോകം നമ്മളെ പകയ്ക്കും. ഈ പകയ്ക്കുന്ന ലോകത്തിൽ പകയിൽ നിന്ന് വിടുവിക്കണമെന്നല്ല, അവരെ സൂക്ഷിക്കണം. അവരുടെ വിശ്വാസം നഷ്ടപ്പെടാതെ നിലനിൽക്കുവാൻ അങ്ങ് സൂക്ഷിക്കണം. ഇതാണ് ദൈവത്തിന്റെ പ്രാർത്ഥന. നമ്മൾ ഒരിക്കലും ഈ കഷ്ടതയിൽ നിന്ന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ കഷ്ടത വരുമ്പോഴും ദൈവത്തെ തള്ളിപ്പറയാതെ, ദൈവത്തിന് വിരോധമായി തീരാതെ നമ്മളെ ഒന്നുകൂടെ ബലപ്പെടുത്തുവാനുള്ള കൃപ നമുക്ക് ലഭിക്കേണ്ടതിന്, ആത്മീകമായി ഒന്നുകൂടെ ബലപ്പെടുവാനുള്ള കൃപ ലഭിക്കേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കണം. കഷ്ടത എന്ന് പറയുന്നത് എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. ഈ ലോകം നമ്മൾ വിട്ട് പിരിയുന്നത് വരെ നമുക്ക് കഷ്ടത ഉണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ട്. കർത്താവ് എന്നെ അവസാനം പറഞ്ഞില്ലേ, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതയിലൂടെ കടന്നുപോയി ലോകത്തെ ജയിച്ച വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുവീൻ. എന്നിട്ട് ഒരിക്കൽ പറഞ്ഞല്ലോ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ആ ഒരു ഇതുണ്ടാകണം. അപ്പം എന്തുകൊണ്ട് അവരെ എങ്ങനെ ലോകത്തിൽ നിന്നും അവരെ വിടുവിക്കണം സൂക്ഷിക്കണം എന്നുള്ളതാണ് ആ പ്രാർത്ഥന. രണ്ടാമത്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടരുത്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടരുത്. ദുഷ്ടൻ എന്ന് പറയുന്ന സാത്താൻ. ഇതും ഈ മാളികമുറി പ്രഭാഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കർത്താവ് പറയുന്നത്. മാളികമുറി പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ വച്ചുകളയും. 3 പ്രാവശ്യം കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറെന്നുള്ള തരത്തിൽ പത്രോസ് പറഞ്ഞു. അപ്പോൾ കർത്താവ് ഒരു കാര്യം ഈ പത്രോസിനോട് പറഞ്ഞു, ശീമോനെ നിനക്കറിയോ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു. എന്നിട്ട് പറയാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ജെയിംസ് സാർ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ സൂചിപ്പിച്ചതാണ്, നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. പാറ്റാതിരിക്കാനല്ല അപേക്ഷിച്ചത്. ശ്രദ്ധിക്കുന്നുണ്ടാ? പാറ്റാതിരിക്കാനല്ല അപേക്ഷിച്ചത്. പാറ്റിയാലും നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അതുകൊണ്ടാണ് നീ ഇന്നിവിടെ ഇരിക്കുന്നേ. പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞെങ്കിലും അത് കർത്താവിനെ വിട്ടു പോകാതെ വീണ്ടും തിരികെ വരുവാനുള്ള കാരണം കർത്താവ് അവന് വേണ്ടി അപേക്ഷിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ നാം നിൽക്കുന്നതല്ല, നമ്മെ നിർത്തിയിരിക്കുന്നതാണ്. ഈ ഒരു ബോധം നമുക്ക് വേണം. ഈ ഒരു ബോധം ഉണ്ടായേ പറ്റൂ. ഇത് കർത്താവിന്റെ സൂക്ഷിപ്പാണ്, നമ്മുടെ സൂക്ഷിപ്പല്ല. എത്രയോ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകേണ്ടവരാണ്, ദൈവത്തെ വിട്ടുപോകേണ്ടവരാണ്. എന്നാൽ എന്തുകൊണ്ട് വിട്ടുപോകുന്നില്ല? എന്റെ കഴിവല്ല, എന്റെ വിശ്വാസത്തിന്റെ ബലമല്ല, ദൈവം എന്നെ കാക്കുന്നത് കൊണ്ടാണ്. ഇതാണ് ഇവിടെ കർത്താവ് പറയുന്നത്, അവരെ ഈ ലോകത്തിൽ ദുഷ്ടന്റെ കയ്യിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മാളികമുറി ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ആ സംഭവങ്ങളെ ബന്ധപ്പെടുത്തിയാണ് കർത്താവിന്റെ ഈ പ്രാർത്ഥന. പ്രായോഗിക തലത്തിൽ ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിന്റെ വിശ്വാസം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചു എന്നാണ്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ സൂക്ഷിക്കുക എന്നുള്ളതിൽ ഉപരി അകപ്പെട്ടു പോയാലും അതിൽ നിന്ന് രക്ഷിക്കുവാൻ, അങ്ങനെ അവരുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായ നമുക്ക് ഒരു ത്രിതല സംരക്ഷണം, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ത്രിതല സംരക്ഷണമുണ്ട്. അറിയാമോ? കാർത്തിക സോരനും ഷാജി സോരനൊക്കെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയവരാണ്. നിങ്ങൾ ഏത് തലത്തിലാണ് ഈ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയത്? രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയല്ലേ? ഇല്ലേ? ആണ്. ഏത് തലത്തിലാ? നിങ്ങൾ രണ്ടും
ആർമി, കരസേന. വേറെയും പല സേനകളുണ്ടല്ലോ. വേറെ ഏതൊക്കെ സേനയുണ്ട്? എയർഫോഴ്സ്, വ്യോമസേനയുണ്ട്. മറ്റൊന്ന് നേവി, അല്ലേ, നാവികസേനയുണ്ട്. ഈ രാജ്യത്തെ സംരക്ഷിക്കുവാൻ, ഇന്ത്യയെ തന്നെ എടുത്താൽ മതി, സംരക്ഷിക്കുവാനായിട്ട് 3 തല സംരക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തെ സംരക്ഷണം ത്രിതല സംരക്ഷണം എന്നാണ് പറയുന്നത്. കരസേന, നാവിക സംരക്ഷണം, വ്യോമസേന, നാവിക. ഒന്ന് മുകളിൽ നിന്ന് സംരക്ഷിക്കുക. അതാരാ? ഈ ഭൂമിയിൽ, ഈ രാജ്യത്തിൽ മുകളിൽ നിന്നുള്ള സംരക്ഷണം വ്യോമസേന, അല്ലേ, വായുസേന. ഇതുപോലെ കർത്താവ് നമ്മെ സംരക്ഷിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 9-26 വാക്യത്തിൽ അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുന്നു. ഈ പ്രസന്റ് ടൈമില് അവൻ പ്രത്യക്ഷനായിരിക്കുക, പിതാവിന്റെ വലത്ത് ഭാഗത്ത് പ്രത്യക്ഷനായിരിക്കുക. എന്തിനു വേണ്ടി? നമ്മെ സംരക്ഷിക്കുവാൻ. മുകളിൽ നിന്നുള്ള സംരക്ഷണം നമുക്കിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു സംരക്ഷണം നമുക്കുണ്ട്, അത് പുറമേ നിന്നുള്ള സംരക്ഷണമാണ്. അതാണ് എന്താ? ഏത് സംരക്ഷണം എന്ന് പറയാം? കരസേന, അല്ലേ, കരസേന, പുറമേ നിന്നുള്ള സംരക്ഷണം. ഈ പുറമേ നിന്നുള്ള സംരക്ഷണം നമുക്കുണ്ടോ? കർത്താവ് നമുക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പുറമേ നിന്നുള്ള സംരക്ഷണമാണ് വചനത്താലുള്ള സംരക്ഷണം. ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവന് അതിലൂടെയുള്ള സംരക്ഷണം ലഭിക്കും. പുറമേ നിന്നുള്ള ഒരു സംരക്ഷണം കൂടെ ഉണ്ട്, കടലിൽ നിന്ന്, ഉള്ളിൽ നിന്നുള്ള സംരക്ഷണം. അതുകൊണ്ട് നമുക്ക് ഉണ്ട്. നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി ഇങ്ങനെ അപേക്ഷിക്കുകയും ഞരക്കങ്ങളാലും ഒക്കെ നമുക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ സംരക്ഷണം എന്ന് പറയുന്നതും ശരിക്കും ഒരു ത്രിതല സംരക്ഷണമാണ്. മുകളിൽ നിന്ന് കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. വെളിയിൽ നിന്ന് വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. വചനത്താലുള്ള സംരക്ഷണം നമുക്കുണ്ട്. ഉള്ളിൽ നിന്ന് ആത്മാവിന്റെ സംരക്ഷണം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു സംരക്ഷണ വലയത്തിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്നുള്ള ബോധം നമ്മെ ഭരിക്കണം. കർത്താവ് ഇതാണ് പ്രാർത്ഥിച്ചത്. ശിഷ്യന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം ഉണ്ടാകണം. ഇത്തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാകണം. ശിഷ്യന്മാർക്ക് ഇത്തരത്തിൽ സംരക്ഷണത്തിനായിട്ട് അപേക്ഷിക്കുകയാണ്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും ഉണ്ടല്ലോ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ, ഇല്ലേ, പരീക്ഷയിൽ കടത്താതെ ദുഷ്ടന്റെ കയ്യിൽ നിന്നും വിടുവിക്കണമേ. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടന്റെ കയ്യിൽ നിന്നും, പരീക്ഷ മീൻസ് പ്രലോഭനം, ടെംപ്റ്റേഷൻസ്, അതിൽ കടത്താതെ ദുഷ്ടന്റെ കയ്യിൽ നിന്നവരെ വിടുവിക്കണം. അതിലും കർത്താവ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഒരു കർത്താവ് പ്രാർത്ഥിച്ച സംരക്ഷണം. ലോകത്തിൽ നിന്ന് സംരക്ഷിക്കണം. ലോകം അവരെ പകയ്ക്കും. ലോകം അവരെ പകയ്ക്കും. അതുകൊണ്ട് ആ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ ഉണ്ട്. കഷ്ടങ്ങൾ വരുമ്പോൾ അവർ വീണു പോകാതെ, താണു പോകാതെ, തളർന്നു പോകാതെ അതിൽ നിന്ന് അവരെ സംരക്ഷിക്കണം. രണ്ടാമത്, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് അവരെ സംരക്ഷിക്കണം. ദുഷ്ടൻ ആരെ വിഴുങ്ങേണ്ടുവെന്നറിയാതെ അലറുന്ന സിംഹം പോലെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞു നടക്കുകയാണ്. അങ്ങനെ അവൻ പലരെയും വീഴ്ത്തുന്നുണ്ട്. എന്നാൽ അവൻ അവൻ വന്ന് വശീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിൽ പെടാതിരിക്കുവാൻ മാത്രമല്ല, അവൻ പല പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ പരീക്ഷകളിൽ വിജയം നേടുവാൻ അവരെ സഹായിക്കണം. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ സംരക്ഷിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. 4 ഉണ്ട്. 2 പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, അവർ ഒന്നാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. രണ്ടാമത്, സംരക്ഷണത്തിന് വേണ്ടി, ലോകത്തിൽ നിന്നും ദുഷ്ടന്റെ കയ്യിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്, എന്റെ സന്തോഷത്താൽ അവർ പൂർണ്ണരാകണം. 13 വാക്യം, 17:13. എന്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിച്ചിരിക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ വചനം. ശിഷ്യന്മാർ കേൾക്കെ അപേക്ഷിക്കുക. ഈ അപേക്ഷ കേട്ട് ശിഷ്യന്മാർ ധൈര്യപ്പെടണം, സന്തോഷത്താൽ നിറയണം. മാളികമുറി പ്രഭാഷണത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഞാൻ എല്ലാതുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രാർത്ഥനയാണ് ചിന്തിക്കുന്നത്. 3 കാര്യങ്ങൾ മാളികമുറി പ്രഭാഷണത്തിൽ, മാളികമുറി പ്രഭാഷണം എന്ന് പറഞ്ഞാൽ മാളികമുറിയിൽ വെച്ച് നടക്കുന്ന പ്രഭാഷണം മാത്രമല്ല കേട്ടോ. അവിടെ ചില ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, ചില കാര്യങ്ങൾ കേൾപ്പിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളാണ്. ഞാൻ പഠിച്ച പഠനത്തിന് കൊടുത്തിരിക്കുന്ന മാളികമുറിയിൽ കർത്താവ് ശിഷ്യന്മാരും, അതാണ് ഞാൻ കൊടുത്ത ഹെഡിങ്. അല്ല മാളികമുറി പ്രഭാഷണം എന്ന് പറഞ്ഞ് ഞാൻ പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. മാളികമുറിയിൽ കർത്താവും ശിഷ്യന്മാരും.
അവിടെ നടക്കുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ തിരുവത്താഴ ശുശ്രൂഷ ഏൽപ്പിച്ചു കൊടുക്കുന്നത് മുതൽ പല കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്, യൂദ ഒറ്റിക്കൊടുക്കുമെന്നുള്ള വെളിപ്പെടുത്തുന്നത്, പത്രോസ് 3 പ്രാവശ്യം തള്ളി പറയുമെന്നുള്ള വെളിപ്പെടുത്തുന്നത്, നിങ്ങളെല്ലാവരും എന്നെ വിട്ടു പോകുമെന്ന് പറയുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ മാളികമുറി പ്രഭാഷണത്തിലുള്ള. മാത്രമല്ല അവർ ഉറപ്പിക്കുവാൻ വേണ്ട പ്രബോധനങ്ങളും അതിലുണ്ട്. 15-16 അധ്യായങ്ങൾ പ്രത്യേകിച്ച് വാഗ്ദാനങ്ങളുണ്ട്. 14-ാം അധ്യായം മുഴുവനും 9 വാഗ്ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഇത് സന്തോഷത്തിൽ പൂർണ്ണമാകണം എന്ന് പറയുമ്പോൾ ഈ മാളികമുറി പ്രഭാഷണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന 3 പദങ്ങളുണ്ട്. 1 സമാധാനം, 2 സന്തോഷം, 3 സ്നേഹം. നിങ്ങളത് ശരിക്കും 13-ാമത്തെ അധ്യായം മുതൽ പഠിച്ചു നോക്കണം. ഈ 3 കാര്യങ്ങളും ഈ മാളികമുറി പ്രഭാഷണത്തിൽ നിറച്ചു നിർത്തിയിരിക്കുക കർത്താവ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, ഞാൻ തരുന്ന സമാധാനം ലോകത്തിന് നിങ്ങളിൽ നിന്ന് എടുക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞ് ആ സമാധാനത്തെക്കുറിച്ച്, സന്തോഷം, എന്നിൽ വസിപ്പിൻ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും, ഫലങ്ങൾ ഉണ്ടാകും, അങ്ങനെ പറഞ്ഞ് സന്തോഷത്തെക്കുറിച്ച് പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. സ്നേഹത്തെക്കുറിച്ച് എത്ര പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചില്ല എങ്കിൽ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയില്ല. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിലൂടെ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. ഈ 3 പദങ്ങളും വളരെ പ്രധാനമാണ്. 15-11 പറയുന്നുണ്ട്, എന്താ, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും. ആ മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നുള്ള ഉപമ പറഞ്ഞു വന്നിട്ട് പറയുന്ന കാര്യമാണ്, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവിൽ വസിക്കണം, അല്ലാതെ നിങ്ങൾക്കൊരു പോംവഴിയുമില്ല, അവനിൽ തന്നെ പറ്റിയിരിക്കണം. അത് പറഞ്ഞിട്ട് പറയുകയാണ്, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇവിടെ പറയുകയാണെന്താ, നിങ്ങൾ അവർക്ക് ഉള്ളിൽ അവിടെ എന്റെ സന്തോഷം അവരിൽ പൂർണ്ണമാകേണ്ടതിന് ഞാൻ ഇത് ലോകത്തിൽ വെച്ച് അവരോട് സംസാരിച്ചിരിക്കുന്നു. അവരുടെ സന്തോഷം പൂർണ്ണം ആകണം. വചനത്താലും പ്രാർത്ഥനയാലും ദൈവിക പ്രവർത്തനത്താലും ഉള്ള സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം. സങ്കീർത്തനം 16-11 പറയുന്നൊരു വാക്യമുണ്ടല്ലോ, നമ്മളെപ്പോഴും ഉച്ചരിക്കുന്നതാണ്, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത. ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമേ സന്തോഷത്തിന്റെ പരിപൂർണത. അവിടെ ഒരു ഭാഗം കൊണ്ടാണ്, നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ദൈവസന്നിധി. അതുകൊണ്ടാണ് നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും കർത്താവേ? നിത്യജീവന്റെ വചനങ്ങൾ നിന്നിലല്ലാതെ വേറെ എവിടെയാ ഉള്ളത്? അതാണ് സന്തോഷത്തിന്റെ പരിപൂർണത. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. കർത്താവിന്റെ സന്നിധിയും തിരുവചനവും അവനോടൊപ്പം ആയിരിക്കുന്നതുമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായി നാം കരുതേണ്ടത്. 17-14 അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അവർക്ക് വചനം കൊടുത്തിരിക്കുന്നു. എന്നിട്ടാണിത് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അവർക്ക് വചനമൊക്കെ കൊടുത്തു. കഴിഞ്ഞ അധ്യായങ്ങളിലൂടെ 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ഞാൻ അവർക്ക് കൊടുത്തതൊക്കെ അതാണ്, വചനം കൊടുത്തിരിക്കുന്നു അല്ലേ? ഞാൻ അവർക്ക് വചനം കൊടുത്തിരിക്കുന്നു. ഒരു വിശ്വാസിക്ക് ലോകത്തിൽ സന്തോഷിക്കാനായിട്ടൊന്നുമില്ല. കർത്താവ് തന്നെ പറഞ്ഞിരുന്നത് എന്താണ്? ലോകത്തിലുള്ള സന്തോഷത്തെക്കുറിച്ച്, തനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അപ്പോൾ ഈ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, വചനത്താലുള്ള സന്തോഷം, കർത്താവിന്റെ സാന്നിധ്യമാകുന്ന സന്തോഷം, നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ വലിയ പ്രത്യാശയാകുന്ന സന്തോഷം, അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സന്തോഷം. അല്ലാതെ ലോകപരമായ കാര്യങ്ങളിലുള്ള സന്തോഷം അല്ല യഥാർത്ഥ സന്തോഷം. ഈ ലോകത്തിൽ സന്തോഷിക്കാനൊന്നുമില്ല. കർത്താവ് സന്തോഷിച്ചിട്ടുമില്ല ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച്. ക്രൂശിൽ താൻ ആയിരിക്കുന്നതിനെക്കുറിച്ച് എബ്രായർ ലേഖനത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. 12:2 എബ്രായർ 12. ഇത്തരം സന്തോഷം ശിഷ്യന്മാരിലും ഉണ്ടാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ലാതെയുള്ള ലൗകിക സന്തോഷത്തെക്കുറിച്ചല്ല. ആ സന്തോഷമല്ല നിങ്ങൾക്ക് വേണ്ടത്. ദൈവ സാന്നിധ്യത്താലുള്ള സന്തോഷം, തിരുവചനത്താലുള്ള സന്തോഷം, ആത്മാവിനാലുള്ള സന്തോഷം. പൗലോസ് പറയുന്ന സന്തോഷവും ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറയുന്ന സന്തോഷം എന്താ? ഈ ലോകത്തിലെ സന്തോഷമാണോ? അല്ല. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പേൻ.
സന്തോഷിപ്പനെന്ന് ഞാൻ വീണ്ടും പറയുന്നതിൽ എനിക്ക് ഒരു മടുപ്പുമില്ല. കർത്താവിലുള്ള സന്തോഷമാണ് നമ്മുടെ എല്ലാ ബലവും. ഇതാണ് മൂന്നാമത് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒന്നാകണം. കർത്താവിൽ, ആത്മാവിൽ എല്ലാം ഒന്നാകണം. രണ്ടാമത് പറഞ്ഞത്, അവർക്ക് വേണ്ടി അപേക്ഷിച്ചത് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, അവർ ലോകത്തിലായിരിക്കുമ്പോൾ അവരെ ലോകത്തിൽ പെടാതെ സൂക്ഷിക്കണം. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ സൂക്ഷിക്കണം. അതും പോരാ, കർത്താവിലുള്ള സന്തോഷം, ദൈവീകമായ സന്തോഷം, വചനത്താലുള്ള സന്തോഷം, സമാധാനം, ഇതൊക്കെ അവരിൽ നിറച്ച് അവർ സന്തോഷത്തിൽ, എൻ്റെ സന്തോഷത്തിൽ എന്നാണ് അവിടെ പറയുന്നത്, ലോകത്തിന്റെ സന്തോഷത്തിലല്ല, എൻ്റെ സന്തോഷത്തിൽ അവർ പൂർണ്ണരാകണം. അവർ എപ്പോഴും എന്നെ ധ്യാനിക്കുന്നവരും എന്നെ ഓർക്കുന്നവരും എന്നെ ബഹുമാനിക്കുന്നവരുമായി തീർന്ന് എൻ്റെ സാന്നിധ്യ സുഖം കൊണ്ടുള്ള സന്തോഷം അനുഭവിക്കുന്നവരായി തീരണം. അടുത്ത ക്ലാസ്സിൽ, അടുത്ത 10 വരുമ്പോഴായിരിക്കും സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വിശുദ്ധി നമുക്കൊരിക്കൽ വിശുദ്ധി ലഭിച്ചു, സ്ഥാനീയമായ വിശുദ്ധി നമുക്കുണ്ട്. അതുപോരാ, കർത്താവ് പറയാണ് വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കണം. എന്താണ് കർത്താവിൻ്റെ പ്രാർത്ഥന? ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഈ വെച്ച് കർത്താവിൻ്റെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന എന്തൊക്കെ വിഷയങ്ങളിലാണ്? നമ്മളൊന്നുകൂടെ നമ്മുടെ ആത്മാവിനെ ഒന്നുകൂടെ ഉണർത്താം. ദൈവമേ, പ്രാർത്ഥനയിലും പല കാര്യങ്ങളിലും ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മുടെ യഥാർത്ഥമായ ആഗ്രഹം ഇത്തരത്തിലാണോ? ഒന്നാകുവാൻ, ലോകത്തിൽ ദുഷ്ടനിൽ നിന്നുള്ള വിടുതൽ, കഷ്ടതയിൽ നിന്നുള്ള ആ തരത്തിലുള്ള കഷ്ടതകളിൽ പെടുമ്പോൾ ഉള്ള ദൈവത്തോടുള്ള അടുപ്പം വർദ്ധിക്കുന്ന അതുപോലെ അങ്ങയിലുള്ള സന്തോഷമാണോ എന്നിൽ ഇരിക്കുന്നത്? ആ സന്തോഷം പൂർണ്ണമാണോ? അതോർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും തമ്മിൽ ബലപ്പെടുകയും ചെയ്യാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.